PPF ബഹ്റൈൻ ചാപ്റ്റർ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. മനുഷ്യരുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം, നിയമം, ഭവന നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിദഗ്ധമായ ഉപദേശങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന, കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പ്രദാനം ചെയ്യുന്ന തരത്തിലാവണം ആ യൂട്യൂബ് ചാനലുകൾ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് PPFൻ്റെ പ്രതിബദ്ധതയിൽ നിന്നുണ്ടാകുന്ന ഒരു കടമയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈജു മാത്യു. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഇന്ന് കേരളമൊട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ്. അത് ഇന്നുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതുമൂലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികളുമാണ്. ഈ അടുത്ത കാലത്ത് നാം കണ്ടിരുന്നു, താമരശ്ശേരിയിൽ ഒരു 17 വയസ്സുള്ള ഒരു കൊച്ച് ചെറുപ്പക്കാരൻ പയ്യനാണ് അവൻ്റെ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അതിൽ തന്നെ അവൻ 17 തവണ ഈ അമ്മയുടെ കഴുത്തിലേക്ക് വെട്ടി എന്നാണ് ശരിക്കും നമ്മൾ പത്രത്തിൽ വായിച്ചത്. അപ്പോൾ അവനോട് പിന്നീട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എന്നെ ജനിപ്പിച്ച കുറ്റത്തിനാണ് ഞാൻ ഈ അമ്മയെ ഇങ്ങനെ ഇത്ര മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയത് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ അതിനു മുമ്പ് തന്നെ തന്നെ ചികിത്സിക്കാൻ വന്ന ഒരു ലേഡി ഡോക്ടറെ ഒരു രോഗി കൊലപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ, പ്രത്യേകിച്ച് വെറും മദ്യമല്ല, ഈ സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ള ഭീകരമായിട്ടുള്ള ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്നാണ് മനുഷ്യൻ ഇത്രയേറെ ആക്രമകാരികളായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പമുള്ളത് സുഭാഷും അഡ്വക്കേറ്റ് ശ്രീജിത്തുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ഒരു മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെപ്പറ്റി സുഭാഷിന് എന്താണ് ഇന്ന് പറയാനുള്ളത്? അതെ ശേഷം, മനുഷ്യരാശി ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് തന്നെയാണ് ഈ മയക്കുമരുന്ന് എന്നുള്ളത്. അതിൽ തന്നെ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് ഏറ്റവും കൂടുതൽ യുവത്വത്തെ കടന്നാക്രമിച്ചിരിക്കുന്നത്. MDMA, 3,4-മെത്തിലീൻ ഡയോക്സി മെറ്റാഫെത്തമിൻ, എക്സ്റ്റക്സി എന്ന ടാബ്ലറ്റ് ഫോമിലും മുള്ളി എന്ന ക്രിസ്റ്റൽ ഫോമിലും ഈ MDMA അറിയപ്പെടുന്നു. 1912 ജർമ്മൻ മൾട്ടിനാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി കമ്പനി ആയ മെർക്ക് ഗ്രൂപ്പിലെ കെമിസ്റ്റ് ആൻറ്റൺ കൊള്ളിഷ് ആണ് 1912 ഇത് കണ്ടുപിടിച്ചത്. 1970കളിൽ ഇത് ഒരു സൈക്കോ തെറാപ്പിക് മെഡിസിനായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ 1980കളിലായിരിക്കും ഇതൊരു തെരുവ് നാർക്കോട്ടിക്സ് ഡ്രഗായി രൂപാന്തരപ്പെട്ടത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ബഹ്റൈനിൽ ഒരുപാട് കേസുകൾ ഇതിനെപ്പറ്റി നമ്മൾ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നിയമവശമൊന്നും നമുക്ക് ചില സാധാരണ ആൾക്കാർക്ക് അറിയുകയുണ്ടായില്ല. ഒരുപക്ഷെ നമ്മൾ അഡ്വക്കേറ്റിന് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടാവും. ഇത് കൃത്യമായിട്ട് നമ്മളൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത്. കാരണം ഇത് എൻ്റെ ഇവിടുത്തെ അഡ്വക്കേറ്റ് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇത്തരം കേസുകൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മളൊരു ആഗോള തലത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷമമാണിത്. ഈ സംഗതി 1988 യുണൈറ്റഡ് നേഷൻ അതിൻ്റെ ഒരു കൺവെൻഷൻ വിളിക്കുകയുണ്ടായി. ആ കൺവെൻഷൻ ശരിക്കും ചേർന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇത് ആഗോളതലത്തിൽ മയക്കുമരുന്നുകൾ ഈ കുട്ടികളെ ഇതിൻ്റെ ഈ ഡ്രഗ് പെഡലേഴ്സായിട്ടും പിന്നെ അതുപോലെ അവരെ ഉപയോഗിക്കുന്ന കൂടുതൽ കുട്ടികളാണ് എന്ന് കണ്ടെത്തിയതിന് ഫലമായിട്ടാണ്. അതുപോലെ കുട്ടികളെ ഇതിൻ്റെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലടക്കം കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 1988 എല്ലാ ലോകരാജ്യങ്ങളും അംഗരാജ്യങ്ങളോടെല്ലാം അവരവരുടെ രാജ്യങ്ങളിൽ ഡൊമസ്റ്റിക് ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയിലുണ്ട് NDPS ആക്ട്, ഇവിടെയുണ്ട് NDPS ആക്ട്, ഈ ബഹ്റൈനിലെ NDPS ആക്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ബഹ്റൈനിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഓരോരോ മലയാളികളായി കഴിഞ്ഞാൽ നമ്മൾ വിദേശികൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഈ നിയമത്തിലുണ്ട്. NDPS ആക്ട്, ഇവിടുത്തെ NDPS ആക്ടിൽ ഇവിടുത്തെ കുറേ ഈ ഷെഡ്യൂൾ 6 ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുമോ, കസ്കസ്
ഈ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത്. ഈ കസ്കസ് നമ്മൾ ഈ പായസത്തിനകത്തൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നത്. അതെ അതെ അതെ, അത് നമ്മുടെ പോപ്പി സീഡാണ്. പോപ്പി സീഡ് എന്ന് പറഞ്ഞാൽ അതിൽ മോർഫിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് അതിൽ ഇച്ചിരി 0.0006 മോർഫിൻ കണ്ടന്റ് ഉണ്ട്. അത് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ അവലോഡാണ്, കൊണ്ടുവരാം. എങ്ങനെയാണെന്ന് അറിയാമോ? ഡ്രൈഡ് ഫോർമിൽ അത് പൊടിക്കില്ല, കിളിർക്കില്ല എന്നുള്ളത് ബോധ്യമാവണം. നമ്മളിവിടെ ഒരാൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കത് പറയാൻ പറ്റുമോ? ഇത് കിളിർക്കില്ല നമുക്ക് എങ്ങനെയാണ് എവിടെ നിന്നാണ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നത്? തരില്ല. എവിടുന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ? നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആളുകൾ ഈ സാധനം എന്ത് ചെയ്യുന്നത് പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവരത് ചോദിക്കും, പിന്നെ എന്താണ് സാധനം? കസ്കസ്. ഓക്കെ, പോപ്പി സീഡ്. ഓക്കെ, കം ഇരിക്കേ എന്ന് പറയും. ഇരുന്ന് കഴിഞ്ഞാൽ എന്തായി? നമ്മൾ അവിടുന്ന് ഈ ലാബിൽ കൊണ്ടുപോയിട്ട് ഇത് പൊടിക്കുന്നതാണോ പൊടിക്കാത്തതാണോ എന്നുള്ള റിസൾട്ട് വന്നിരുന്ന വരെ നമ്മൾ ലാബിലിരിക്കും. അത് എത്ര ദിവസം ഇരിക്കും? കുറേ ദിവസം ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ മാസങ്ങളോളം ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകൾ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ റെഡ് ലിസ്റ്റിൽ പെടുന്ന കെമിക്കൽസ് ഉള്ള കണ്ടൻറ്റുകൾ, കെമിക്കൽസ് ഉള്ള ആ മരുന്നുകൾ കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിക്കും. അതിനുള്ള ഉദാഹരണമാണ് ട്രെമഡോൾ. ട്രെമഡോൾ എന്ന് പറയുന്നത് പിന്നെ ഒരു പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു നിശ്ചിത അളവ് പോലും കൊണ്ടുവരാൻ പാടില്ലെന്നാണ് വക്കീൽ പറഞ്ഞു വരുന്നത്. പാടില്ല. നമ്മളെ ഇത് ഇത്തരത്തിൽ സെമി കൺട്രോൾഡ് തന്നെ NHRAയുടെ ഇവിടുത്തെ NHRAയുടെ ഒരു NHRA അറിയാമല്ലോ, NHRAയുടെ ഒരു സെമി കൺട്രോൾഡ് ഈ ഡ്രഗ്സ് ഉണ്ട്. ഈ സെമി കൺട്രോൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ NHRA സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൺട്രോൾഡ് ഡ്രഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. അതിന് സെമി കൺട്രോൾഡ് നമ്മുടെ മുഖക്കുരുവിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നില്ലേ, അതൊക്കെ അതിൽ കാണുന്നുണ്ട്. അതുപോലെ ടെസ്റ്റസ്റ്ററോൺ ഡെറിവേറ്റീവ്സ്, അങ്ങനെയുള്ള ഒരുപാട് ലിസ്റ്റുകൾ അതിലുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ ഇതിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആളുകൾക്ക് അവയർനെസ് വരണം, ഇത്തരം മരുന്നുകളൊന്നും കൊണ്ടുവരാൻ പാടില്ല. അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സെമി കൺട്രോൾഡ് ഡ്രഗ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ NHRA അപ്രൂവ്ഡ് ആക്കിയിരിക്കുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അവരുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട്, അതും മാക്സിമം ഒരു മാസത്തേക്കുള്ള ഇതിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ആളുകൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, നമ്മൾ ആളുകളെ അറിയിക്കുക, അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പറഞ്ഞാൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട്, ഇതൊക്കെ ഇത്തരം മരുന്നുകളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതെ, കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ സെമി കൺട്രോൾഡ് ഡ്രഗ്സ് ആണെങ്കിൽ അത് കൊണ്ടുവരുന്നത് കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷനോട്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൊണ്ടുവരിക. മറ്റുള്ള നേരത്തെ പറഞ്ഞ നമ്മൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന, മയക്കുമരുന്നാക്കി മാറ്റാൻ പറ്റുന്ന അത്തരം കണ്ടൻറ്റുകളുള്ള മരുന്നുകളൊന്നും നമ്മളോട് ചിലപ്പം എന്ന് പറഞ്ഞാൽ പലരും ഇവിടെ കൊണ്ടുവരുന്നത് ഈ ആളുകൾക്ക് മറ്റു പലരും പറഞ്ഞിട്ടായിരിക്കും, ഒന്ന് കുറച്ച് മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. ഈ പാവത്തിന് ഒന്നും അറിയില്ല, അത് നേരെ പോയി ഉള്ളിൽ കിടക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഇതും നമ്മൾ ഒഴിവാക്കുക. ആളുകളുടെ അടുത്ത് നിന്ന് മരുന്നുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഈ ലിസ്റ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ മുന്നേ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക, ഈ ലിസ്റ്റിൽ ഇതുണ്ടോ, ഈ ഇത്തരമൊരു കണ്ടൻറ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ ഇവിടെ സെമി കൺട്രോൾ ഡ്രഗ്സ് ആണോ, അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മൾ പറയണം. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഉള്ളിൽ കിടക്കുന്ന ഒരവസ്ഥ വരും. ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ പ്രൊസീജിയേഴ്സും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുള്ളത് നമ്മൾ ജനങ്ങളോട് അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് നിയമവശങ്ങൾ ഇനി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വരാം.